ഇടുക്കി നെടുങ്കണ്ടത്ത് വൻ ചന്ദനവേട്ട 5 പേരെ വനംവകുപ്പ് അറസ്റ്റ് ചെയ്തു. പ്രതികളിൽ നിന്നും 12 ലക്ഷം രൂപ വിലമതിക്കുന്ന 55 കിലോ ഉണക്കച്ചന്ദനക്കാതൽ പിടികൂടി. അറസ്റ്റിലായ പ്രതികളെ നാളെ രാവിലെ കോടതിയിൽ ഹാജരാക്കും. കേസിലെ പ്രധാന പ്രതി കർണാടകത്തിലേക്ക് കടന്നതായാണ് വിവരം. ചോറ്റുപാറ സ്വദേശിയായ അങ്കിൾ എന്നറിയപ്പെടുന്ന ബാബു, തൂക്കുപാലം സ്വദേശികളായ ബിജു എന്നറിയപ്പെടുന്ന എസ് അജികുമാർ, സച്ചു ബാബു, എസ് ഷിബു എന്നിവരെയാണ് ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ആഴ്ചയാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. പ്രദേശത്ത് അടുത്തിടെ നിരവധി ചന്ദനമോഷണ കേസുകളുണ്ടായതിനെ തുടർന്ന് കുമളി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എ അനിൽകുമാർ, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ജോജി എം ജേക്കബിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നു. ഇവർ നടത്തിയ അന്വേഷണത്തിൽ കേരള പോലീസിന്റെ തണ്ടർബോൾട്ട് മുൻ സേനാംഗം തൊടുപുഴ ഉടമ്പന്നൂർ ചേരുപറമ്പിൽ സുനീഷ് ചെറിയാനെ സന്യാസിത്തോട്ടിൽ നിന്ന് 45 കിലോ ചന്ദനവുമായി അറസ്റ്റ് ചെയ്തിരുന്നു. കൂടെയുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടു. ഇവർക്കായുള്ള അന്വേഷണം തുടരുന്നതിനിടെ ഇന്നുച്ചയോടെ തൂക്കുപാലം പാമ്പാടുംപാറ എസ്റ്റേറ്റിൽ ഒളിവിൽ കഴിയുകയായിരുന്ന സച്ചു, ഷിബു, അജികുമാർ എന്നിവരെ കസ്റ്റഡിയിലെടുത്തു. ഇവരെ നെടുങ്കണ്ടത്തെ ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസിലെത്തിച്ച് നടത്തിയ ചോദ്യം ചെയ്യലിൽ ബാബുവിന്റെ പങ്കിനെക്കുറിച്ച് വിവരം ലഭിച്ചു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഇയാളുടെ വീട്ടിൽ നിന്നും വാഹനത്തിൽ സൂക്ഷിച്ചിരുന്ന ചന്ദനം കണ്ടെത്തി. ബാബു നൽകിയ മൊഴിയെ തുടർന്ന് കൊമ്പുമുക്കിൽ പലചരക്ക് കട നടത്തുന്ന ഹസൻ കുഞ്ഞിലേക്കും അന്വേഷണം നീണ്ടു. തുടർന്ന് ഇയാളുടെ കടയിൽ നടത്തിയ പരിശോധനയിലും ചന്ദനം കണ്ടെത്തി. പ്രതികൾ അന്തർസംസ്ഥാന ചന്ദനമോഷണ മാഫിയയുടെ കണ്ണികളാണെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. കേസിലെ മുഖ്യ സൂത്രധാരനായ അഖിൽ കർണാടകയിലേക്ക് കടന്നതായി സൂചനയുണ്ട്. ഇയാൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കി. സ്വകാര്യ പട്ടയഭൂമികളിലെ ചന്ദനമരങ്ങളാണ് പ്രതികൾ മുറിച്ചു കടത്തിയത്. ഇത് തമിഴ്നാട്ടിലെത്തിക്കുകയും അവിടെ നിന്ന് വൻ വിലയ്ക്ക് രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കടത്തുകയുമാണ് രീതി. റിപ്പോർട്ടർ, ഇടുക്കി.